അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ 1000 ഡയാലിസിസുകൾ പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിൽ 1000 ഡയാലിസിസുകൾ പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി 1000 വർണ്ണങ്ങൾ എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ്ബ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. വാഴക്കുളം സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന കുടുംബസംഗമം കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾ ഈ കേരളത്തിലുള്ളപ്പോൾ അതിന്റെ ഏതാണ്ട് 80% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയവയല്ല ഈ ഒരു ഡയാലിസിസിലേക്ക് കൊണ്ടെത്തിക്കുന്ന രോഗാവസ്ഥയിലേക്ക് ആളുകളെ തള്ളിവിടുന്ന ഒരു കാലഘട്ടമാണ്. തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിലും ഡയാലിസിസ് നടക്കുന്നുണ്ട്. എവിടെയൊക്കെ പരിമിതമായ ആളുകളെ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നുള്ളൂ. അവിടെ ഒരു നെഫ്രോളജിസ്റ്റിന്റെ അഭാവം ഇപ്പോഴും കഴിഞ്ഞ 5 വർഷമായിട്ട് കഴിഞ്ഞ സർക്കാരിനോട് നാല് ആവശ്യപ്പെട്ടിട്ട് ഒരു നെഫ്രോളജിസ്റ്റ് ഇതുവരെ അവിടെ നിയമിക്കാൻ സാധിക്കും. 64,000 ഡയാലിസിസുകളാണ് സർക്കാർ മേൽനോട്ടത്തിലുള്ള ആശുപത്രികളിലും മറ്റ് സൗകര്യങ്ങളും ഒക്കെയായി ആളുകൾ 64,000 ഡയാലിസിസ് നടക്കുന്നുള്ളൂ എന്ന ഒരു കണക്ക് നിലനിൽക്കുമ്പോൾ വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ് എന്ന ഈ ഒരു കൂട്ടായ്മ നമ്മുടെ സെന്റ് ജോർജ് ആശുപത്രിയുമായി സഹകരിച്ച് കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് 1000 ഡയാലിസിസ് പൂർത്തിയാക്കി. ആ ഒരു ലാൻഡ്മാർക്ക് നാടിക കല്ലിന്റെ ആഘോഷം എന്ന് പറയുകയല്ല, ആ ഒരു സന്ദേശം ജനങ്ങളിലെത്തിക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ ഒരു നൂറുകണക്കിന് കിഡ്നി രോഗികൾക്ക് ആശ്വാസമാകുന്ന വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ച 6 മാസം പിന്നിട്ടപ്പോഴേക്കും 1000 ഡയാലിസിസുകൾ പൂർത്തീകരിച്ചു. വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ് ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. കൂടുതൽ ഡയാലിസിസ് സെന്ററുകൾ സൗജന്യ നിരക്കിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയോ നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. രാജാവിൻ്റെ കാലഘട്ടം മുതൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ ബോധ്യമുള്ള ഒരു സമൂഹമായിട്ടാണ് കേരളം വളർന്നത്. മാത്യു കുഴൽനാടൻ MLA ആമുഖ പ്രഭാഷണവും നിങ്ങൾ 1000 ഡയാലിസിസ് പൂർത്തിയാക്കിയെന്ന് പറയുന്നത് പലപ്പോഴും ഡയാലിസിസ് രോഗികളുടെ പ്രയാസം ബുദ്ധിമുട്ടും ഞാൻ നേരിട്ട് കണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ കൊച്ചു സഹായങ്ങൾ അത് എന്തുമാത്രം സ്നേഹവും കടപ്പാടും കരുതലും ഒക്കെ കാണിക്കുന്നുള്ളത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമ്മുടെ ചുറ്റും ധാരാളം ആളുകൾ ഇന്ന് ഈ പ്രതിസന്ധിയെ നേരിടുന്നതാണ്. പലപ്പോഴും അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസപ്പെടുന്നതാണ്. കാരണം ഇങ്ങനെയൊരു ഡയാലിസിസ് ഫെസിലിറ്റി ഉണ്ടായിരിക്കും, അത് ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ലാതെ വരികയും ഏറ്റവും പ്രയാസകരമായ ഒരു സ്ഥിതി. സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, കാടമൽ മൊണാസ്ട്രി ഫാദർ ജോസ് തുറവയ്ക്കൽ, വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി മെതിപ്പാട തുടങ്ങിയവർ പ്രസംഗിച്ചു. ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കുറുപ്പുമടം, മഞ്ഞളോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ജെയിംസ്, കല്ലോടുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജ്, മഞ്ഞളൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺ കളമ്പുകാട്ട്, ഡോക്ടർ മാത്യൂസ് നമ്പേലി, ഡോക്ടർ സോണി ജെയിംസ്, സാജു ടി ജോസ് അഗസ്റ്റിൻ, തോമസ് വർഗീസ്, ജിജി മാത്യു തുടങ്ങി പൊതുപ്രവർത്തന രംഗത്തുള്ള വിവിധ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.